ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗെയിൽ എഞ്ചിനീയേഴ്സ് റിക്രൂട്ട്മെന്റ് 2024 ആണ്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾ ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓഫ് ദി നോട്ടിഫിക്കേഷൻ. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് 261 പോസ്റ്റ് ഉണ്ട്. അതിൽ എഞ്ചിനീയറിംഗ് ജോലി മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പാർട്ട് 2 വീഡിയോയിൽ ഓഫീസർ കേഡറുള്ള പോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഗെയിലിന്റെ അബ്രിവിയേഷൻ. റിക്രൂട്ട്മെന്റ് ഓഫ് സീനിയർ എഞ്ചിനീയറിംഗ് സീനിയർ ഓഫീസർ ആൻഡ് അതർ വാക്കൻസീസ് ആണ്. നെക്സ്റ്റ് വൺ അപ്ലിക്കേഷൻ ഫീ. ജനറൽ കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സിന് 200 രൂപ അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. SC ST PW കാറ്റഗറി നോ നീഡ് ടു പേ എനിത്തിങ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡിലൂടെയൊക്കെ നമുക്ക് അപ്ലിക്കേഷൻ ഫീ അടക്കാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് 12/11/2024 മുതൽ 11/12/2024 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. വാക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സീനിയർ എഞ്ചിനീയർ ആണ് പോസ്റ്റിന്റെ പേര്. 98 വാക്കൻസി ഉണ്ട്. 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്ലസ് 1 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോസ്റ്റും നോക്കാം. ഫസ്റ്റ് സീനിയർ എഞ്ചിനീയറിംഗ് റിന്യൂവബിൾ എനർജി ഗ്രേഡ് E2 ആണ്. പേ സ്കെയിൽ 60,000 മുതൽ 1,80,000 വരെയാണ്. 28 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, കെമിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, പവർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഓർ മാനുഫാക്ചറിംഗ് വിത്ത് മിനിമം 65% മാർക്കാണ്. എല്ലാ പോസ്റ്റിനും മിനിമം 1 ഇയർ എക്സ്പീരിയൻസ്, അതത് ഫീൽഡിലുള്ള 1 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ സീനിയർ എഞ്ചിനീയർ ബോയിലർ ഓപ്പറേഷൻ, 28 മാക്സിമം ഏജ്, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് 60% മാർക്ക്, മിനിമം 1 ഇയർ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ സീനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ, അതിനും 28 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ പെട്രോ കെമിക്കൽ പ്ലാന്റ് ഓർ ഹൈഡ്രോ കാർബൺ പ്രോസസ് പ്ലാന്റ്, ഫെർട്ടിലൈസർ പ്ലാന്റ്, അതുപോലുള്ള ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. സീനിയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഗ്രേഡ് E2 ആണ്. പേ സ്കെയിൽ 60,000 to 1,80,000. ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് പവർ, 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് പെട്രോ കെമിക്കൽ പ്ലാന്റ്, ഹൈഡ്രോ കാർബൺ പ്രോസസ് പ്ലാന്റ്, ഇതൊക്കെയാണ്. നെക്സ്റ്റ് വൺ സീനിയർ എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റേഷൻ E2 ഗ്രേഡ് 60,000, 28 ഏജ്, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ, 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ പെട്രോ കെമിക്കൽ, സെയിം ക്വാളിഫിക്കേഷൻ എസെൻഷ്യൽ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ സീനിയർ എഞ്ചിനീയർ കെമിക്കൽ E2 ഗ്രേഡ് 28 ഏജ്, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് കെമിക്കൽ, പെട്രോ കെമിക്കൽ ആൻഡ് ടെക്നോളജി, 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ മെയിൻറ്റെയിനിങ് പെട്രോ കെമിക്കൽ പ്ലാന്റ്, ഇതൊക്കെയാണ് റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ സീനിയർ എഞ്ചിനീയറിംഗ് ഗെയിൽ ടെക് TC ഓർ TM, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, 1 ഇയർ എക്സ്പീരിയൻസും കൂടി ചോദിച്ചിട്ടുണ്ട്. 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ ടെലികോം ആൻഡ് ടെലിമെന്ററി ഫംഗ്ഷൻസ് ഇൻ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓർ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് വൺ സീനിയർ ഓഫീസർ ഫയർ ആൻഡ് സേഫ്റ്റി ഗ്രേഡ് E2, പേ സ്കെയിൽ 60,000 to 1,80,000, ഏജ് 28 ആണ്. ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫയർ സേഫ്റ്റി വിത്ത് മിനിമം 60% മാർക്ക്, 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫയർ സേഫ്റ്റി ഡിസിപ്ലിൻ ഇൻ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്. 1 ഇയർ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ സീനിയർ ഓഫീസർ C&B E2, 28 ആണ് ഏജ്, ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ പ്രൊക്യൂർമെന്റ് ഓർ കോൺട്രാക്ട്സ് ആൻഡ് പ്രൊക്യൂർമെന്റ് ആണ് എക്സ്പീരിയൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ സീനിയർ എഞ്ചിനീയർ സിവിൽ ഗ്രേഡ് E2 ആണ്, 28 ഏജ്, ബാച്ചിലർ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 60% മാർക്ക്, 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്. അതാണ് ചോദിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ സീനിയർ ഓഫീസർ മാർക്കറ്റിംഗ് E2 ആണ് ഗ്രേഡ്, പേ സ്കെയിൽ 60,000 to 1,80,000, 28 ആണ് ഏജ്, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് 60% മാർക്ക്, 2 ഇയർ MBA വേണം. മാർക്കറ്റിംഗിലുള്ള MBA ആണ് വേണ്ടത്. 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ള എസെൻഷ്യൽ എക്സ്പീരിയൻസ്. അടുത്തായിട്ട് ഏജ് റിലാക്സേഷൻ നോക്കാം. SC ST 5 ഇയർ ഉണ്ട്, OBC 3 ഇയർ, PWD ജനറൽ കാൻഡിഡേറ്റ്സിന് 10 ഇയറും, PWD OBC കാൻഡിഡേറ്റ്സിന് 13 ഇയറും, PWD ബിലോങ്സ് ടു SC ST കാറ്റഗറി 15 ഇയേഴ്സുമാണ് റിലാക്സേഷൻ. പേ ആൻഡ് അലവൻസ് നോക്കുകയാണെങ്കിൽ വേരിയബിൾ ഇയർനെസ് അലവൻസ് ബാക്കിയെല്ലാം ഉണ്ട്. ഈ ജോലിയുടെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ കമ്പനി അക്കോമഡേഷൻ, ലീസ്ഡ് അക്കോമഡേഷൻ, HRA, മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇൻഷുറൻസ്, ഹൗസ് ബിൽഡിംഗ്, അഡ്വാൻസ്, അതൊക്കെ കുറേ ബെനിഫിറ്റ്സ് ഈ പോസ്റ്റിന് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ 15 വർഷത്തെ കണ്ടിന്യൂസ് സർവീസിന് പോസ്റ്റ് റിട്ടയർമെന്റ് മെഡിക്കൽ ബെനിഫിറ്റ്സും കൂടി ഉണ്ടാവും. നെക്സ്റ്റ് വൺ പ്ലേസ്മെന്റ് ഓർ അസൈൻമെന്റ്, മേ ബി പോസ്റ്റഡ് അറ്റ് എനി ഇൻസ്റ്റാളേഷൻ ഓർ പ്രോജക്ട്സ് ഓർ ഓഫീസസ്, അവ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ജനറൽ കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സിന് 200 രൂപയും, SC ST PWD കാറ്റഗറി ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വളരെ തുച്ഛമായ രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഇവർ ഈടാക്കുന്നത്. ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 12/11/2024 മുതൽ 11/12/2024 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. സെലക്ഷൻ പ്രോസസ്സ് നമുക്ക് നോക്കാം. സെലക്ഷൻ പ്രോസസ്സ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ ആയിരിക്കും. ആദ്യത്തെ സീനിയർ ഓഫീസർ F&S പോസ്റ്റിന്
PET ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും ഇൻ്റർവ്യൂവും കൂടി ഉണ്ടാവും ബിഫോർ ദ സെലക്ഷൻ കമ്മിറ്റി. നെക്സ്റ്റ് വൺ ഓഫീസർ സെക്യൂരിറ്റി സെലക്ഷൻ വിൽ ബി ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഫോർ ദ പോസ്റ്റ് ഓഫ് ഓഫീസർ ഒഫീഷ്യൽ ലാംഗ്വേജിന് വിച്ച് ഇൻവോൾവ് സ്കിൽ ടെസ്റ്റ് ഇംഗ്ലീഷ് ടു ഹിന്ദി ട്രാൻസ്ലേഷൻ ആൻഡ് വൈസ് വേഴ്സ. അതുകൂടാതെ ഇൻ്റർവ്യൂ കൂടി ഉണ്ടാവും. മിനിമം ക്വാളിഫയിങ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ടു ബി സെക്യൂർഡ് ഇൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. 60% ഫോർ ജനറൽ OBC കാൻഡിഡേറ്റ്സ്, 55% ഫോർ SC ST PWD കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടാതെ ബാക്കിയുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രൊഫഷൻസി ടെസ്റ്റ് എല്ലാത്തിനും മിനിമം ക്വാളിഫയിങ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. 40% ഫോർ ജനറൽ, 35% ഫോർ SC ST കാൻഡിഡേറ്റ്സ്, PWD കാൻഡിഡേറ്റ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 12/11/2024, ലാസ്റ്റ് ഡേറ്റ് 11/12/2024 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്